ഔഷധകുമാരൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് ആ കഥയുടെ 2ാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും നമുക്കിന്ന് ഔഷധകുമാരൻ്റെ കഥ 2ാം ഭാഗം കേൾക്കാം. ഔഷധകുമാരൻ വിദേഹ രാജാവ് എടുത്തു വളർത്തിയൊരു കുട്ടിയായിരുന്നു. വളരെ പണ്ഡിതനായ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു അവൻ. വളർന്നു വന്നപ്പോൾ അവൻ്റെ ബുദ്ധിശക്തി കൊണ്ട് രാജാവ് അവനെ മന്ത്രിയായിട്ട് നിയമിച്ചു. അങ്ങനെ വിദേഹത്തിലെ രാജാവായ വൈദേഹൻ്റെ മന്ത്രിയായിത്തീർന്നു ഔഷധകുമാരൻ. ഔഷധകുമാരൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും നീതിയുക്തമായിരുന്നു, എപ്പോഴും അവ ശരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ രാജ്യത്തെ മറ്റ് മന്ത്രിമാർക്കൊന്നും ഇതത്ര ഇഷ്ടമായിരുന്നുമില്ല. എന്തായാലും ഔഷധകുമാരൻ വിദേഹത്തിലെ മന്ത്രിയായതോടെ അദ്ദേഹം രാജാവിനോടൊരു ദിവസം ചെന്നിട്ട് നമ്മുടെ രാജ്യം കുറച്ചുകൂടെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഔഷധകുമാരൻ എന്ത് ചെയ്താലും അത് നാടിന് നന്മയ്ക്കായിരിക്കും എന്നുറപ്പുണ്ടായിരുന്ന രാജാവ് ഔഷധകുമാരനോട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഔഷധകുമാരൻ വിദേഹ രാജ്യത്തിന് ചുറ്റുമായിട്ട് ഒരു വലിയ കോട്ടയുണ്ടാക്കി. വളരെ വലിയൊരു കോട്ട, നല്ല കരിങ്കല്ലുകളൊക്കെ കൊണ്ടുവന്ന് നല്ല കനത്തിലുണ്ടാക്കിയ ഒരു വലിയൊരു മതിലായിരുന്നു ഈ കോട്ട. ആ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഗോപുരങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് ദൂരെ നിന്ന് പോലുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും, ശത്രുക്കൾ സമീപിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ കോട്ട മാത്രമായിരുന്നില്ല ഇദ്ദേഹം നിർമ്മിച്ചത്. കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് വലിയ 3 കിടങ്ങുകൾ ഉണ്ടാക്കി. കോട്ടയോട് ചേർന്നുള്ള ആദ്യത്തെ കിടങ്ങിനകത്ത് നിറയെ വെള്ളവും 2ാമത്തെ കിടങ്ങിനകത്ത് ചെളിമണ്ണുമാണ് നിറച്ചത്. 3ാമത്തെ കിടങ്ങ് ശൂന്യമായിരുന്നു, പക്ഷെ അതിന് ആഴമേറിയതായിരുന്നു, നല്ല വീതിയുമുണ്ട്. അപ്പോൾ അത് കടന്നിട്ട് വേണം 2ാമത്തെ കിടങ്ങിലെത്താൻ. ആ കിടങ്ങിലെ ചെളിയിൽ മുങ്ങിപ്പോകാതെ പിന്നെയും അത് കടന്നെത്തുമ്പോൾ വെള്ളം നിറച്ച 3ാമത്തെ കിടങ്ങുണ്ട്. അതിൽ നിറയെ മുതലകളുമൊക്കെയുണ്ട്. അവയും കടന്ന് വേണം ഈ കോട്ട കടന്ന് രാജ്യത്തിനുള്ളിലെത്താൻ. അങ്ങനെ ഔഷധകുമാരൻ ആ രാജ്യം വളരെയധികം സുരക്ഷിതമാക്കി തീർത്തു. എന്നാൽ പോലും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. കാരണം വിദേഹം വളരെ സമ്പന്നമായ ശാന്തമായൊരു രാജ്യമായിരുന്നു. മാത്രമല്ല അവിടുത്തെ മണ്ണ് നല്ലതാണ്, നല്ല നദികളുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ശത്രുക്കൾ വന്ന് ആക്രമിക്കാം. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സേനയെ എപ്പോഴും സജ്ജമാക്കി നിർത്തുകയും അതുകൂടാതെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് ചാരന്മാരെ അയക്കുകയും ചെയ്തു. ഇതൊക്കെ പോരാഞ്ഞിട്ട് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ധാന്യപ്പുരകളിൽ ഒരുപാട് ധാന്യം സംഭരിച്ചു വെക്കുകയും ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾ പട്ടിണി കിടക്കരുത് എന്ന് കരുതിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു രാജ്യമുണ്ടായിരുന്നു. വിദേഹത്തിനടുത്തുള്ള മറ്റൊരു രാജ്യമായിരുന്നു പാഞ്ചാലം. പാഞ്ചാല ദേശത്തെ രാജാവിൻ്റെ പേര് ബ്രഹ്മദത്തൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് കേവട്ടൻ എന്നു പേരായ ഒരു വളരെ കുടിലനായ മന്ത്രിയുമുണ്ടായിരുന്നു. ഈ മന്ത്രി ഉപദേശപ്രകാരമാണ് ഈ ബ്രഹ്മദത്ത രാജാവ് ഭരിച്ചിരുന്നത്. മാത്രമല്ല ഈ മന്ത്രിയോട് ഈ ബ്രഹ്മദത്ത രാജാവിന് വളരെയധികം പ്രിയമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മന്ത്രിയെ ഒരുപാട് സഹായിക്കാറുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ രാജാവിൻ്റെ എപ്പോഴുമുള്ള സഹായത്തിന് പാത്രീഭൂതനായിരുന്നു ഈ കേവട്ടൻ എന്ന മന്ത്രി. അതുകൊണ്ട് ഈ മന്ത്രിക്ക് എപ്പോഴും രാജാവിനെ വളരെ ഉയരത്തിലെത്തിക്കണം, അദ്ദേഹത്തിനെ ഒരു ചക്രവർത്തിയാക്കി തീർക്കണം, അദ്ദേഹത്തിനെ ഒരു വിശ്വവിജയിയാക്കി തീർക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതിനുള്ള തന്ത്രങ്ങൾ എപ്പോഴും മെനഞ്ഞുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു കേവട്ടൻ. ഒരിക്കൽ ബ്രഹ്മദത്ത രാജാവിനോട് കേവട്ടൻ ചെന്നൊരു കാര്യം പറഞ്ഞു. നമുക്ക് ഇത്ര വിസ്തൃതി പോരാ, നമ്മുടെ രാജ്യത്തിന് ഇത്ര വിസ്തൃതി പോരാ, നമുക്ക് രാജ്യം കുറച്ചുകൂടി വലുതാക്കണം. നമുക്ക് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിട്ട് അവരെ നമ്മോട് കൂട്ടിച്ചേർത്ത് വലിയൊരു രാജ്യമാക്കി തീർക്കാൻ നമ്മുടെ രാജ്യം. ബ്രഹ്മദത്ത രാജാവിനൊരു നല്ല ഉപായമായിട്ട് തോന്നിയതിനാൽ അദ്ദേഹം കേവട്ടനെ ഇതിന് സമ്മതിക്കുകയും അങ്ങനെ കേവട്ടൻ സൈന്യത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ നിയമിക്കുകയും അവർക്ക് വളരെ നല്ല പരിശീലനം നൽകാൻ തുടങ്ങുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഔഷധകുമാരൻ എല്ലാ രാജ്യങ്ങളിലേക്കും ചാരന്മാരെ അയച്ചിട്ടുള്ള കൂട്ടത്തിൽ ഈ പാഞ്ചാല ദേശത്തേക്കും ചാരന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാഞ്ചാല ദേശത്തേക്ക് ഔഷധകുമാരൻ അയച്ചിരുന്ന ചാരന്മാർ പെട്ടെന്ന് ഔഷധകുമാരന് സന്ദേശം അയച്ചു. അതിന് പ്രകാരം പാഞ്ചാല ദേശത്തെ സൈന്യം വിപുലപ്പെടുത്തുന്നുണ്ട്, അവരെന്തോ പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട് എന്ന് ഔഷധകുമാരന് മനസ്സിലായി. ഔഷധകുമാരൻ പാഞ്ചാല ദേശത്തേക്ക് കൂടുതൽ ചാരന്മാരെ അയച്ചു. പക്ഷേ ചാരന്മാർക്കൊന്നും അടുത്ത് ചെന്ന് കേൾക്കാനാവാത്ത വിധം വിജനമായ വലിയൊരു തോട്ടത്തിനുള്ളിൽ വെച്ചായിരുന്നു രാജാവും മന്ത്രിയും തമ്മിൽ സംസാരിച്ചിരുന്നത്. അവിടേക്ക് സേവകന്മാർക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാരൻ ഔഷധകുമാരനോട് തനിക്ക് എന്താണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് സന്ദേശം അയച്ചു.
ഔഷധകുമാരന് വളരെ പ്രിയപ്പെട്ട ഒരു തത്തയുണ്ടായിരുന്നു. ഈ തത്ത നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. മാത്രമല്ല അതിന് മനുഷ്യഭാഷ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ ഔഷധകുമാരൻ ഈ തത്തയെ പാഞ്ചാല ദേശത്തേക്ക് അയച്ചു. തത്ത പറന്ന് ചെന്ന് പാഞ്ചാല ദേശത്തെ തോട്ടത്തിൽ പോയിരുന്നു. അവിടെ വെച്ച് രാജാവും മന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കി. തത്ത ചെന്ന സമയത്ത് രാജാവും മന്ത്രിയും കൂടെ തോട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണ്. മന്ത്രി പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സൈന്യം വളരെ വലുതായി കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാം. പക്ഷേ രാജാവിന് അപ്പോഴും സംശയമുണ്ട്. രാജാവ് പറയുന്നത് അത് അത്ര ഉചിതമായൊരു തീരുമാനമല്ല. നമ്മളോളം വലിപ്പമില്ലാത്ത ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളതെന്നാലും ഈ 100 രാജ്യങ്ങളിലും പോയി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായി തീരും. അതിനൊരുപാട് കാലമെടുക്കും. 100 രാജ്യങ്ങളെ തോൽപ്പിക്കുക എന്നാൽ 100 യുദ്ധങ്ങൾ ജയിക്കുക എന്നാണ് അർത്ഥം. 100 യുദ്ധങ്ങൾ ചെയ്യാനും മാത്രമുള്ള സൈന്യം നമ്മുടെ കയ്യിലില്ല. കുറേ സൈനികരൊക്കെ മരിച്ചു പോകും, സൈന്യം കുറഞ്ഞു വരും. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാനങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കാനല്ല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാം നമ്മുടെ വിപുലമായ സൈന്യവുമായിട്ട് നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങളുടെ അതിർത്തിയിൽ ചെന്ന് തമ്പടിക്കുകയും അവിടുത്തെ രാജാവിന് സന്ദേശം അയക്കുകയും ചെയ്യും. ഒന്നുകിൽ വന്ന് നമ്മളോട് കീഴടങ്ങുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക. കീഴടങ്ങുന്നവരെ വെറുതെ വിടുകയും രാജ്യം അവർ തന്നെ ഭരിച്ചുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്യും. അങ്ങയെ വിജയിയായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ രാജാവ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ്? നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് തമ്പടിക്കുന്നു, അവിടുത്തെ രാജാവിന് സന്ദേശം അയക്കുന്നു, അദ്ദേഹം വന്ന് നമ്മോട് നാം ജയിച്ചതായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ തന്നെയല്ലേ അവിടെ ഭരിക്കുന്നത്, ഞാനല്ലല്ലോ. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ ഉദ്ദേശം. നമ്മളങ്ങനെ 100 രാജ്യങ്ങളെ തോൽപ്പിക്കുന്നു. 100 രാജ്യത്തെ രാജാക്കന്മാരും നമ്മളുടെ സാമന്തന്മാരായിക്കൊള്ളാം, നാം ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളാം എന്ന് സമ്മതിക്കുന്നു. കാരണം അവർക്കും യുദ്ധം ഒഴിവാക്കണമെന്നായിരിക്കുമല്ലോ. യുദ്ധം ചെയ്യാതെ വെറുതെ നമ്മെ ഒന്ന് അംഗീകരിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അവരങ്ങനെയല്ലേ ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെ 100 രാജ്യങ്ങളെ നമ്മൾ നമ്മുടെ സാമന്തന്മാരാക്കി തീർത്തതിന് ശേഷം അവരെ നാം വിരുന്നിന് വിളിക്കും. ഈ വിരുന്നിന് വിളിച്ചിട്ട് ആ വിരുന്നിൽ നാം വിഷം ചേർത്ത ഭക്ഷണം വിളമ്പുകയും ഈ 100 രാജാക്കന്മാരെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ 100 രാജ്യങ്ങളും സ്വന്തമാക്കാൻ പറ്റും. ഒരു യുദ്ധം പോലും ചെയ്യാതെ നമുക്ക് ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. രാജാവ് പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നല്ല ഉപായമാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന തത്തയ്ക്ക് പോലും ദേഷ്യം വന്നുപോയി. 100 രാജാക്കന്മാരെ കൊന്ന് 100 രാജ്യങ്ങൾ സ്വന്തമാക്കാൻ വളരെ നീചമായ ഒരു പദ്ധതി തയ്യാറാക്കുന്ന ഈ മന്ത്രിയുടെ തലയിലേക്ക് ഒന്ന് കാഷ്ടിച്ച് വെച്ചിട്ടാണ് ഈ തത്ത പറന്നുപോയത്. തത്ത പറന്ന് ഔഷധകുമാരൻ്റെ അടുത്തെത്തി. വിവരങ്ങൾ ധരിപ്പിച്ചു. ഔഷധകുമാരൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ പാഞ്ചാലം ഞങ്ങളെയും ആക്രമിക്കും. വിദേഹത്തെ ആക്രമിക്കാൻ എത്തിയാൽ ജനങ്ങളെ എത്രയും പെട്ടെന്ന് സംരക്ഷിക്കണം. എന്തായാലും ആദ്യം തന്നെ ഔഷധകുമാരൻ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളോടെല്ലാം കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന നഗരത്തിലേക്ക് വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ജനങ്ങളെയെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് മാറ്റി അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അതേസമയം പാഞ്ചാലത്തെ രാജാവായ ബ്രഹ്മദത്തൻ കേവട്ടൻ എന്ന മന്ത്രിയോടൊപ്പം തൊട്ടടുത്ത രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുന്ന ധൃതിയിലായിരുന്നു. വളരെ വലിയൊരു സൈന്യത്തോടു കൂടിയാണ് ഇവരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചെന്നിരുന്നത്. ഇവർ വലിയ സൈന്യവുമായിട്ട് ചെല്ലുമ്പോൾ മറ്റുള്ള രാജ്യത്തെ സൈന്യം യുദ്ധത്തിന് സന്നദ്ധമായിരിക്കില്ലല്ലോ. അവരൊരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയൊരു സൈന്യമായിട്ട് ബ്രഹ്മദത്ത രാജാവും കേവട്ടനും എത്തുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തമ്പടിച്ചാൽ ഉടൻ തന്നെ അവർ രാജ്യത്തിലേക്കൊരു സന്ദേശം കൊടുത്തുവിടും. ഉടൻ തന്നെ വന്ന് ഞങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുകയും ഞങ്ങൾ നിങ്ങളുടെ അധികാരികളാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഇത് കേട്ട് പേടിച്ച് യുദ്ധസന്നദ്ധനല്ലാതിരുന്ന എല്ലാ രാജാക്കന്മാരും വന്ന് ബ്രഹ്മദത്ത രാജാവിൻ്റെ കാൽക്കൽ വീണു. കാശിയിലെ രാജാവും കലിംഗത്തിലെ രാജാവും മഗധയിലെ രാജാവും വംഗദേശത്തെ രാജാവും ശ്രാവസ്തിയിലെ രാജാവും എന്ന് വേണ്ട അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം രാജാക്കന്മാർ വന്ന് ബ്രഹ്മദത്ത രാജാവിൻ്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തെ അവരുടെ നേതാവായിട്ട് രാജാവായിട്ട് അംഗീകരിച്ചു. അങ്ങനെ ഏകദേശം 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും 100 രാജ്യങ്ങൾ പാഞ്ചാല രാജാവിൻ്റെ അധീനതയിലായി. 101ാമത്തെ രാജ്യമായിട്ട് അവർ കണ്ടിരുന്നത് വിദേഹമായിരുന്നു. ബ്രഹ്മദത്ത രാജാവ് പറഞ്ഞു, നമുക്കിനി വിദേഹത്തിലേക്ക് പോകാം. നാം ഇന്നേ വരെ പോകാത്തൊരു രാജ്യം ഇനി വിദേഹം കൂടിയുള്ളൂ. അപ്പോൾ കേവട്ടൻ പറഞ്ഞു, വിദേഹം വളരെ ചെറിയ രാജ്യമാണ്, നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ രാജ്യം. നമുക്ക് അവരെ കുറച്ച് കാലത്തേക്ക് വെറുതെ വിടാം. നമുക്കിപ്പോൾ ഈ 100 രാജാക്കന്മാരെ എത്രയും പെട്ടെന്ന് കൊന്നിട്ട് ആ രാജ്യങ്ങളെ നമ്മുടെ കാൽക്കീഴിലാക്കാം. 101ാമത്തെ രാജ്യം നമുക്ക് പിന്നീട് പരിഗണിക്കാം. അങ്ങനെ ഉടൻ തന്നെ പാഞ്ചാല രാജാവിൻ്റെ ഒരു സന്ദേശം ചുറ്റുപാടുമുള്ള എല്ലാ സാമന്ത രാജ്യങ്ങളിലും എത്തി.
പാഞ്ചാല രാജാവായിരുന്ന ബ്രഹ്മദത്തൻ ഇപ്പോൾ ജംബുദ്വീപിൻ്റെ രാജാവായി തീർന്നിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വലിയ രാജ്യത്തിനെ ഇപ്പോൾ ജംബുദ്വീപം എന്നാണ് വിളിക്കുന്നത്. തൻ്റെ ദിഗ്വിജയം ആഘോഷിക്കാനായിട്ട് അദ്ദേഹം വലിയൊരു വിരുന്ന് നടത്തുന്നുണ്ട്. ഈ വിരുന്നിലേക്ക് എല്ലാ സാമന്ത രാജാക്കന്മാരെയും അദ്ദേഹം വളരെ ഉപചാരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സന്ദേശം കിട്ടിയ എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ അധികാരിയായിട്ട് തങ്ങൾ അംഗീകരിച്ച ബ്രഹ്മദത്ത രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അങ്ങനെ അവരെല്ലാവരും ബ്രഹ്മദത്ത രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ ദിവസം അവിടെ വലിയ വിരുന്നിനൊരുക്കം നടക്കായിരുന്നു. ഇത് ഔഷധകുമാരന് നേരത്തെ അറിയാൻ തത്ത വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഔഷധകുമാരൻ ഉടൻ തന്നെ 100 പടയാളികളെ ജംബുദ്വീപിലേക്ക് അയച്ചു. അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങളും കൊടുത്താണ് ഈ സൈനികരെ വിട്ടത്. ഈ സൈനികർ പാഞ്ചാല ദേശത്തെ സൈനികരുടെ വേഷം ധരിച്ചായിരുന്നു പോയത്. അവരവിടെ ചെന്ന് വിരുന്നിന് വിളമ്പിക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വിദേഹ രാജാവ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, വിദേഹ രാജാവായ വൈദേഹനെ ഈ വിരുന്നിനെ ക്ഷണിച്ചിട്ടില്ല, കാരണം അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ പാഞ്ചാല സൈനികരുടെ വേഷം ധരിച്ചവർ പറഞ്ഞു, അത് ശരിയായില്ല, ഞങ്ങൾ വിദേഹ രാജ്യക്കാരാണ്, ഞങ്ങളുടെ രാജാവിനെ ക്ഷണിക്കാത്ത സദ്യക്ക് ഞങ്ങൾ കൂടുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണങ്ങളെല്ലാം തട്ടിമറിച്ച് കളയുകയും ആ വിരുന്നാകെ അലങ്കോലമാക്കുകയും ചെയ്തു. അതിനുശേഷം അവരവിടെ തയ്യാറാക്കി നിർത്തിയിരുന്ന കുതിരകളിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതറിഞ്ഞ ബ്രഹ്മദത്തിന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തൂവിപ്പോയ ദിവസമായിരുന്നു അന്ന്. 100 രാജാക്കന്മാരെ വധിച്ച് ഉടൻ തന്നെ ഒരു വിശ്വവിജയിയായി തീരാമെന്ന് കരുതിയാണ് അദ്ദേഹം ഈ വിരുന്നിന് വട്ടം കൂട്ടിയത്. പക്ഷേ അത് നാശമായി. അതോടെ അതൊന്നും അറിയാതെ വിരുന്നിന് വന്നിട്ട് അപമാനിതരായിട്ട് അവിടെ ഇരിക്കുന്ന 100 രാജാക്കന്മാരുടെ അടുത്തേക്ക് ബ്രഹ്മദത്തനും കേവട്ടനും കൂടി ചെന്നിട്ട് തങ്ങളെ വിദേഹ രാജാവ് അപമാനിച്ചിരിക്കുന്നുവെന്നും ഉടൻ തന്നെ അദ്ദേഹത്തിനോട് പകരം വീട്ടാൻ നമുക്കെല്ലാവർക്കും കൂടി പോയി യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞു. ഈ 100 പേരും സമ്മതിച്ചു. അങ്ങനെ ഈ 100 രാജാക്കന്മാരും അവരുടെ സൈന്യവും കേവട്ടനും ബ്രഹ്മദത്തനും പാഞ്ചാല സൈന്യത്തോടൊപ്പവും വിദേഹത്തേക്ക് തിരിച്ചു. വളരെ വലിയൊരു സൈന്യം വെള്ളമൊഴുകുന്നത് പോലെ തങ്ങളുടെ രാജ്യത്തേക്ക് അടുത്തു വരുന്നത് വിദേഹ രാജാവിൻ്റെ സേനാംഗങ്ങൾ കാണുകയും അവർ ഓടിച്ചെന്ന് രാജാവിനോട് വിവരം പറയുകയും ചെയ്തു. രാജാവ് ആകെ പേടിച്ചു പോയി. ഒറ്റ സൈന്യമല്ല വരുന്നത്, 100 രാജാക്കന്മാരും അവരുടെ സൈന്യവും കൂടാണ്. പക്ഷേ ഔഷധകുമാരൻ്റെ മുഖത്ത് ഒരു പേടിയുമില്ലായിരുന്നു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അങ്ങ് ഒന്നും പേടിക്കേണ്ട. ഒരു കുരങ്ങൻ കൂട്ടത്തിന് നേരെ കല്ലെറിയുമ്പോൾ എങ്ങനെയാണോ കുരങ്ങുകൾ ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ കാക്കക്കൂട്ടത്തിന് നേരെ കല്ലെറിയുമ്പോൾ എങ്ങനെയാണോ കാക്കകൾ ഓടിപ്പോകുന്നത്, അതുപോലെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഈ ജംബുദ്വീപത്തിൻ്റെ സൈന്യം തിരിച്ചു പോകുന്നത് നമുക്കിപ്പോൾ കാണാം. അതെങ്ങനെയാണ് എന്ന് രാജാവിനൊരു പിടിയും കിട്ടിയില്ല. അദ്ദേഹത്തിന് വലിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും യുദ്ധം തുടങ്ങി. 100 രാജ്യത്തെ സൈന്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്ര വലിയ കിടങ്ങ് കടന്നു വരാൻ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, എപ്പോഴും യുദ്ധത്തിന് സന്നദ്ധരായിരുന്ന വിദേഹ രാജ്യത്തെ സൈന്യം വളരെ നന്നായിട്ട് പൊരുതി. ഒരുപാട് രാജാക്കന്മാരും സൈന്യങ്ങളും മരിച്ചു വീണു. അതോടെ ബ്രഹ്മദത്ത രാജാവിന് കുറച്ച് പേടിയായി തുടങ്ങി. അദ്ദേഹം കേവട്ടൻ എന്ന മന്ത്രിയോട് പറഞ്ഞു, നാം പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ, വിദേഹ രാജ്യം നമുക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കേവട്ടൻ പറഞ്ഞു, എനിക്കോ തോന്നി, ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട്, ഔഷധകുമാരൻ കാരണമാണ് ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ധർമ്മയുദ്ധത്തിലേക്ക് മാറാം. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെന്താണ് ധർമ്മയുദ്ധം? കേവട്ടൻ പറഞ്ഞു, അങ്ങയുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ വിദേഹ രാജാവിൻ്റെ മുഖ്യമന്ത്രിയായ ഔഷധകുമാരനെ ഒരു മത്സരത്തിന് വിളിക്കാം. ഞങ്ങൾ 2 പേരും കൂടെ ഒരു മത്സരം നടത്തിയിട്ട് ആരാണോ മത്സരത്തിൽ ജയിക്കുന്നത് ആ ആളിൻ്റെ സൈന്യം ജയിച്ചതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ആരാണോ തോൽക്കുന്നത് അവർ ആ ജയിക്കുന്ന രാജാവിന് അടിയറവ് പറയണം. രാജാവ് പറഞ്ഞു, പക്ഷേ ഔഷധകുമാരൻ വളരെ ബുദ്ധിമാനാണ് എന്നാണല്ലോ കേൾക്കുന്നത്. മാത്രമല്ല കേവട്ടനേക്കാളും ചെറുപ്പവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കില്ലേ? അപ്പോൾ കേവട്ടൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയത്. നാം ഈ മത്സരത്തിനൊരു നിയമാവലി വെക്കും. ഈ 2 മന്ത്രിമാർ തമ്മിലുള്ള മത്സരത്തിൽ ജയിച്ച ആൾ തോറ്റ ആളുടെ കാൽക്കൽ വീഴണം എന്നായിരിക്കും നിബന്ധന. ഔഷധകുമാരൻ എൻ്റെ കാൽക്കൽ വീണാൽ അതിനർത്ഥം അയാൾ തോറ്റുപോയി എന്നാണല്ലോ. എന്തായാലും മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഔഷധകുമാരൻ എന്നേക്കാൾ വളരെ എളുപ്പമായതിനാൽ അവൻ എൻ്റെ കാൽ തൊട്ട് വന്ദിക്കും. അപ്പോൾ നമുക്ക് ഔഷധകുമാരൻ തോറ്റിട്ട് എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു എന്നും അതിനാൽ അവൻ്റെ രാജ്യം തോറ്റതായി പ്രഖ്യാപിക്കണമെന്നും പറയാം. ബ്രഹ്മദത്ത രാജാവിന് ഇതൊരു നല്ല ഉപായമായിട്ട് തോന്നി. അങ്ങനെ അദ്ദേഹം വിദേഹ രാജാവിൻ്റെ അടുത്തേക്ക് ഒരു സന്ദേശം അയച്ചു. ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തിന് മുമ്പായിട്ട് മന്ത്രിമാർ തമ്മിൽ ഒരു ബുദ്ധി പരീക്ഷണം നടത്തട്ടെ എന്നും ആരാണോ തോറ്റ് ജയിച്ച ആളിൻ്റെ കാൽക്കൽ വീഴുന്നത് ആ ആളിൻ്റെ രാജ്യം തോറ്റതായിട്ട് പ്രഖ്യാപിക്കാം എന്നുമായിരുന്നു ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം.
വിദേഹ രാജാവ് ഔഷധകുമാരനോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ ഔഷധകുമാരൻ അതിന് സമ്മതം കൊടുത്തുകൊള്ളാൻ പറഞ്ഞു. ബ്രഹ്മദത്ത രാജാവിൻ്റെയും കേവട്ടൻ്റെയും പദ്ധതികൾ നേരത്തെ തന്നെ ചാരന്മാർ ഔഷധകുമാരനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേവട്ടനോട് ബുദ്ധിപരീക്ഷയ്ക്ക് പോയ ഔഷധകുമാരൻ വെറും കൈയോടെ ആയിരുന്നില്ല പോയത്. അയാളുടെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ള ഒരു രത്നക്കല്ലും ഉണ്ടായിരുന്നു. കേവട്ടന് കൊടുക്കാൻ ഒരു സമ്മാനം എന്ന നിലയിലാണ് ആ രത്നക്കല്ല് ഔഷധകുമാരൻ കൊണ്ടുപോയത്. കേവട്ടനെ കണ്ട ഉടനെ ഔഷധകുമാരൻ അദ്ദേഹത്തെ നോക്കി കൈകൂപ്പി എന്നിട്ട് പറഞ്ഞു, അങ്ങനെപ്പോലെ ബുദ്ധിമാനായ ഒരാളെ ഞാൻ നേരത്തെ വന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് നേരത്തെ വന്ന് കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഈ തരുന്ന രത്നക്കല്ല് അങ്ങ് ഒരു സമ്മാനമായിട്ട് സ്വീകരിച്ച് എന്നോട് ക്ഷമിക്കണം, നേരത്തെ കാണാൻ വരാതിരുന്നതിന് ക്ഷമിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ കയ്യിലേക്ക് ഔഷധകുമാരൻ ഈ രത്നക്കല്ല് നീട്ടി. അപ്പോൾ കേവട്ടൻ ആ രത്നക്കല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് കൈ നീട്ടി. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഇടുന്നു എന്ന മട്ടിൽ ആ രത്നക്കല്ല് ഔഷധകുമാരൻ താഴേക്കിട്ടു. രത്നക്കല്ല് അബദ്ധത്തിൽ താഴെ വീണ് പോയതാണ് എന്ന് വിചാരിച്ച കേവട്ടൻ ആ രത്നക്കല്ലെടുക്കാൻ കുനിയുകയും പെട്ടെന്ന് ഔഷധകുമാരൻ അദ്ദേഹത്തിൻ്റെ തലയിൽ പിടിച്ച് താഴേക്ക് കുനിച്ച് നെറ്റി തറയിൽ മുട്ടിക്കുകയും ചെയ്തു. അതോടെ കേവട്ടൻ തോറ്റതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. കേവട്ടൻ തോറ്റാൽ കേവട്ടൻ്റെ രാജ്യവും തോറ്റു. അങ്ങനെ ജംബുദ്വീപം മുഴുവൻ തോൽക്കുകയും ആ രാജ്യം വിദേഹ രാജാവിൻ്റെ കാൽക്കീഴിലാകുകയും ചെയ്തു. കേവട്ടൻ തോറ്റു എന്ന് കേട്ട സൈന്യം ആയുധങ്ങളിട്ടെറിഞ്ഞ് ഓടിപ്പോയി. തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോയ കേവട്ടന് തനിക്കേറ്റ അപമാനം ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. അദ്ദേഹം ബ്രഹ്മദത്ത രാജാവിനോട് ഓരോ ദിവസവും ചെന്ന് നമുക്ക് ഈ തെറ്റിന് പകരം വീട്ടണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രഹ്മദത്ത രാജാവിനും ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 100 രാജ്യങ്ങൾ തൻ്റെ രാജ്യത്തോട് ചേർത്ത് ഒരു വലിയ ചക്രവർത്തിയാണ് എന്ന് വിചാരിച്ച് നടന്നിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ വിദേഹ രാജാവിൻ്റെ കാൽക്കീഴിലാകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കോപം എപ്പോഴും ജ്വലിച്ചുകൊണ്ടേയിരുന്നു. കേവട്ടൻ്റെ നെറ്റിയിലാണെങ്കിൽ ഔഷധകുമാരൻ താഴേക്ക് പിടിച്ച് മുട്ടിച്ചപ്പോൾ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൻ്റെ പാട് അവിടെ തന്നെ കിടന്നു. അത് കാണുമ്പോഴൊക്കെ കേവട്ടൻ്റെ ഉള്ളിൽ പ്രതികാരാഗ്നി ജ്വലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവർ രണ്ടും കൂടി ചേർന്ന് അടുത്ത പദ്ധതി തയ്യാറാക്കി. ബ്രഹ്മദത്ത രാജാവിന് അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. ആ മകളെ വിദേഹ രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നായിരുന്നു അടുത്ത പദ്ധതി. പക്ഷേ തങ്ങൾ നേരത്തെ വിദേഹ രാജാവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് വിവാഹാലോചനയുമായിട്ട് ചെന്നാൽ വിദേഹ രാജാവ് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അതിനായിട്ട് ഇവരൊരു ഉപായം കണ്ടുപിടിച്ചു. ഇവരാദ്യം ചെയ്തത് കുറേ പാട്ടുകാരെ ഏർപ്പെടുത്തുകയാണ്. ഈ പാട്ടുകാരെ കൊണ്ട് രാജകുമാരിയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന കുറേ പാട്ടുകൾ ഇവരെ പാടിച്ച് പരിശീലിപ്പിക്കുകയും എന്നിട്ട് അവരോട് വിദേഹ രാജ്യത്ത് എമ്പാടും നടന്ന് ഈ പാട്ടുകൾ പാടാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഈ പാട്ടുകാർ രാജകൊട്ടാരത്തിനടുത്ത് വന്നിട്ട് പാഞ്ചാല രാജ്യത്തെ രാജകുമാരിയുടെ സൗന്ദര്യത്തെപ്പറ്റി വിശദീകരിക്കുന്ന പാട്ടുകൾ പാടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും വൈദേഹ രാജാവ് ഇത് കേൾക്കുകയും അദ്ദേഹത്തിന് ഒരു ജിജ്ഞാസയൊക്കെ തോന്നുകയും ചെയ്തു. ഇതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സമ്മാനം എന്ന നിലയ്ക്ക് ഈ രാജകുമാരിയുടെ മനോഹരമായ ചിത്രങ്ങൾ വരപ്പിച്ച് ഇവരെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതും കൂടെ ആയതോടെ വിദേഹ രാജാവിൻ്റെ മനസ്സിൽ ഈ രാജകുമാരി വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നിച്ചു. ഇത് അദ്ദേഹം ഔഷധകുമാരനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഇത് യാതൊരു കാരണവശാലും നടത്തരുത്, ഇത് ശരിയല്ല. കാരണം ഇവർ നമ്മുടെ ശത്രുക്കളാണ്. ഇങ്ങനെ പാട്ടും ചിത്രവും ഒക്കെ വരുന്നതിലെന്തോ ഗൂഢാലോചനയുണ്ട്. ഇത് പറഞ്ഞെങ്കിലും രാജാവിന് ഇതത്ര ബോധ്യമായില്ല. കാരണം ഈ വിദേഹ രാജാവിൻ്റെ മറ്റു മന്ത്രിമാർക്കൊന്നും ഔഷധകുമാരനെ ഇഷ്ടമല്ല. ഔഷധകുമാരൻ ഇങ്ങനെ ഈ വിവാഹത്തിന് തയ്യാറാവരുത് എന്ന് രാജാവിനോട് പറയുന്ന സമയം തന്നെ ഈ മന്ത്രിമാർ രാജാവിനോട് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, പാഞ്ചാലം പോലൊരു രാജ്യവുമായിട്ട് നമ്മൾ സന്ധി ചെയ്യുന്നത് വളരെ നല്ലതാണ്, അവർ വളരെ ശക്തരാണ്, നമ്മളും അവരും കൂടെ ചേരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും സൈന്യബലവും ഒക്കെ 10 മടങ്ങ് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് പതുക്കെ രാജാവിൻ്റെ മനസ്സ് മാറ്റി. അങ്ങനെ രാജാവ് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഈ പാഞ്ചാല രാജകുമാരിയെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ഔഷധകുമാരൻ്റെ തീരുമാനത്തിന് രാജാവ് ഒരു വിലയും കൽപ്പിച്ചില്ല. ഇനി തന്നോട് ഇക്കാര്യത്തിൽ ഉപദേശമൊന്നും നൽകേണ്ടതില്ല എന്ന് രാജാവ് ഔഷധകുമാരനോട് പറഞ്ഞു. എന്തായാലും ബ്രഹ്മദത്ത രാജാവ് തൻ്റെ മകളുടെ വിവാഹാലോചനയുമായിട്ട് ദൂതന്മാരെ വൈദേഹ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോഴേ അദ്ദേഹം സമ്മതിച്ചു. വിവാഹത്തിന് സമ്മതമാണെന്നുള്ള കാര്യം അദ്ദേഹം ആ ദൂതരെ അറിയിക്കുകയും വിവാഹാലോചന കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഔഷധകുമാരൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു,
എന്തായാലും അങ്ങയുടെ വിവാഹം തീരുമാനിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഞാൻ ഇനി എതിരൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങ് എനിക്കൊരു അനുവാദം തരണം. അങ്ങേക്കാളും മുമ്പ് ഈ പാഞ്ചാല രാജ്യത്തോട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ അങ്ങ് എനിക്ക് അനുവാദം തരണം. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിനെന്താ, നീ എൻ്റെ മന്ത്രിയല്ലേ, നീ എന്നെക്കാളും മുന്നേ പോയിക്കോ, പോയി അവിടെ എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്തു, വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ, നിൻ്റെ സംശയങ്ങളൊക്കെ മാറട്ടെ. അങ്ങനെ ഔഷധകുമാരൻ പാഞ്ചാല രാജ്യത്തേക്ക് പോയി. പാഞ്ചാല രാജ വിവാഹത്തിനെ പറ്റിയുള്ള ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിലിരുന്നായിരുന്നു. ആ മുറിക്കുള്ളിൽ ഒരു ചെറിയ കൂട്ടിൽ ഒരു മൈനയുണ്ടായിരുന്നു. ഈ മൈനയാണ് ഈ വിശേഷങ്ങളൊക്കെ കേട്ടത്. താൻ പോകുന്നതിന് മുമ്പേ ഔഷധകുമാരൻ തൻ്റെ തത്തയെ പാഞ്ചാല രാജ്യത്തേക്ക് അയച്ചു. തത്തയാണെങ്കിൽ അവിടെ എല്ലാം പറന്ന് നടന്നിട്ട് നോക്കുമ്പോൾ ഇത്തവണ തോട്ടത്തിലിരുന്നല്ല രാജാവും മന്ത്രിയും സംസാരിക്കുന്ന, അവർ മുറിയിലിരുന്നാണ്. ആ മുറിയിൽ ഒരു ചെറിയ കൂട്ടിലൊരു മൈനയുണ്ടായിരുന്നു. അപ്പോൾ തത്ത പതുക്കെ ഈ മൈനയുടെ കൂടിനടുത്ത് ചെന്നിരുന്ന് മൈനയോട് സംസാരിച്ചു തുടങ്ങി. മൈന തത്തയോട് ചോദിച്ചു, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറന്ന് നടക്കുന്നു? കുറേ കാലം മുമ്പ് നീ ഈ തോട്ടത്തിലൂടെയൊക്കെ പറന്ന് നടക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ തത്ത പറഞ്ഞു, ഞാൻ പറ്റിയൊരു വധുവിനെ അന്വേഷിച്ച് നടക്കണം, ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, കല്യാണം കഴിച്ചാൽ സ്വസ്ഥമാവുമല്ലോ. അപ്പോൾ മൈന പറഞ്ഞു, എന്ത് സ്വസ്ഥമാകാനാ, കല്യാണം കഴിച്ചാൽ സ്വസ്ഥമൊന്നും ആകാൻ പോകുന്നില്ല. ഞാൻ നോക്കാം, ഇപ്പം തന്നെ ഞങ്ങളുടെ രാജകുമാരി വിദേഹ രാജ്യത്തെ രാജാവിനെ കല്യാണം കഴിക്കാൻ പോകണത്, കഴിഞ്ഞാൽ പിന്നെ വലിയ നാശം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തത്ത ചോദിച്ചു, അതെന്ത് നാശം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ മൈന പറഞ്ഞു, നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞു തരാം. ഈ വിദേഹ രാജാവുണ്ടല്ലോ, ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിനെ ഇവിടുത്തെ കൊട്ടാരത്തിൽ വെച്ച് കൊല്ലും. അതോടെ ജംബുദ്വീപം മുഴുവൻ വിദേഹത്തോടൊപ്പം ഞങ്ങളുടെ രാജാവിൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ വിവാഹം കഴിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? തത്ത ഈ വിവരം ഉടൻ തന്നെ ഔഷധകുമാരനെ അറിയിച്ചു. അങ്ങനെ ഔഷധകുമാരൻ പാഞ്ചാല ദേശത്ത് ചെന്ന് ചേർന്നു. എന്നിട്ട് അവിടുത്തെ രാജാവിനെ പോയി മുഖം കാണിച്ചു. ഈ രാജാവിനാണെങ്കിൽ ഔഷധകുമാരന് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ വിവാഹം നടത്താൻ വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നീ ആദ്യം വന്ന്, നിനക്ക് എന്ത് വേണം? അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഞാൻ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കിവിടെ താമസിക്കാൻ ഒരു വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. ഞാൻ മറ്റുള്ളവർ നിർമ്മിച്ച വീടുകളിൽ സാധാരണ താമസിക്കാറില്ല. രാജാവ് പറഞ്ഞു, അതിനെന്താ കുറച്ച് സ്ഥലം തരാം, ആ സ്ഥലത്ത് നീ ഒരു വീട് വെച്ച് താമസിച്ചോ. അങ്ങനെ ബ്രഹ്മദത്ത രാജാവ് ഔഷധകുമാരന് അവരുടെ രാജ്യത്ത് കൊട്ടാരത്തിന് കുറച്ച് മാറിയായിട്ട് ഒരു സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഒരു കെട്ടിടം വെക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഔഷധകുമാരൻ വളരെ ചെറിയൊരു വീടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ചത്. പക്ഷേ വീടിൻ്റെ നിർമ്മാണത്തിനൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ വീടിനുള്ളിൽ നിന്ന് ഒരു തുരങ്കവും നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ആ തുരങ്കം രണ്ടായിട്ട് പിരിയുന്നുണ്ടായിരുന്നു. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുമ്പം രണ്ടായിട്ട് മാറിയിട്ട് അതിലൊരു ഭാഗം നദിക്കരയിലേക്ക്, മറ്റൊരു ഭാഗം ബ്രഹ്മദത്ത രാജാവിൻ്റെ കൊട്ടാരത്തിനുള്ളിലെ അതിഥി മുറിയിലേക്ക്. വളരെ പെട്ടെന്ന് തൻ്റെ പണിക്കാരെ കൊണ്ട് ഔഷധകുമാരൻ ഈ തുരങ്കം തീർത്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹത്തിനുള്ള ദിവസം അടുത്തു വന്നു. വൈദേഹ രാജാവ് വളരെ ആഘോഷമായിട്ട് പാഞ്ചാല ദേശത്തേക്ക് വന്നു. ഇവിടുന്ന് രാജകുമാരി വിവാഹം കഴിച്ചിട്ട് വേണം അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ വിവാഹത്തിൻ്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വിദേഹ രാജാവ് കിടന്നുറങ്ങായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഭടന്മാർ പതുക്കെ അടുത്ത് ചെല്ലുന്നത് ഔഷധകുമാരൻ കണ്ടു. ഔഷധകുമാരൻ ആദ്യം ചെയ്തത് തൻ്റെ ഭടന്മാരോട് ഈ പാഞ്ചാല ദേശത്തെ ഭടന്മാരുടെ വേഷം ധരിച്ച് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജ്ഞിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, രാജ്ഞിയും രാജകുമാരിയും. അങ്ങനെ ഈ ഭടന്മാർ ചെന്ന് രാജ്ഞിയെയും രാജകുമാരിയെയും വിളിച്ചിട്ട് ബ്രഹ്മദത്ത രാജാവ് വൈദേഹ രാജാവിനെ കൊന്നു എന്നും അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ അദ്ദേഹം ഉടൻ തന്നെ രാജ്ഞിയും രാജകുമാരിയും കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞുവെന്നും പറഞ്ഞു. അങ്ങനെ ഇവരെ കൊട്ടാരത്തിലേക്കാണ് എന്ന ഭാവേന വിളിച്ചുകൊണ്ട് ഈ ഭടൻ നേരെ നദിയുടെ കരയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കുറേ ഭടന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ ഈ രാജ്ഞിയെയും രാജകുമാരിയെയും കൂടെ അങ്ങ് വളഞ്ഞു. അവർക്ക് എങ്ങോട്ടും പോകാനോ ശബ്ദം ഉണ്ടാക്കാനോ പറ്റാതായി. ഇതിനുശേഷം ഔഷധകുമാരൻ നേരെ വൈദേഹ രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ്, അങ്ങ് ജനൽ തുറന്നൊന്ന് പുറത്തേക്ക് നോക്കൂ. അപ്പോൾ അദ്ദേഹം ജനൽ തുറന്ന് നോക്കുമ്പോൾ ചുറ്റുപാടും സൈന്യം വളഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ല. കാരണം വിവാഹത്തിന് വന്നതുകൊണ്ട് സൈനികരെ വളരെ കുറച്ച് പേരെ കൂടെ വന്നിട്ടുള്ളൂ. കൂടുതലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. ഇത്രയും സൈനികർ വന്ന് വളഞ്ഞ് ആക്രമിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലോ അങ്ങ് വിവാഹം തീരുമാനിച്ചത്, മന്ത്രിമാർ പറഞ്ഞിട്ടില്ലേ, അങ്ങ് മന്ത്രിമാരോട് ചോദിക്കും എന്ത് ചെയ്യണമെന്ന്. രാജാവ് മന്ത്രിമാരെ വിളിച്ചു. മന്ത്രിമാരെല്ലാം അവിടെ തന്നെ ഉണ്ട്, ആ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഇത് പാഞ്ചാല രാജാവിൻ്റെ അതിഥി മന്ദിരമായിരുന്നു. അവിടെയാണ് ബ്രഹ്മദത്ത രാജാവ് വൈദേഹ രാജാവിനെ അദ്ദേഹത്തിന് കൂടെ വന്നവരെയൊക്കെ താമസിപ്പിച്ചേക്കുന്നത്. അപ്പോൾ വൈദേഹ രാജാവ് ഉടൻ തന്നെ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞത്, അപകടം അടുത്ത് വന്നിരിക്കുന്നു, ചുറ്റുപാടും സൈനികരാണ്, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ മന്ത്രിമാരെല്ലാം പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുമിച്ച് മരിക്കാൻ പോവാണ്,
ഇങ്ങനെ ശത്രുക്കളുടെ കയ്യിൽപ്പെട്ട് മരിക്കുന്നതിനും ഭേദം നമ്മൾ ആത്മഹത്യ ചെയ്യാം, നമുക്ക് അങ്ങനെ അങ്ങ് മരിച്ചു കളയാം. അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ രക്ഷ ഭൂമിക്കടിയിലാണ്. അപ്പോൾ രാജാവ് ചോദിച്ചാൽ, അതെന്താ നീ അങ്ങനെ പറഞ്ഞു, നമ്മുടെ രക്ഷ ഭൂമിക്കടിയിലാണെന്ന്? ഔഷധകുമാരൻ പറഞ്ഞതാ, നോക്കൂ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല ഇത് അപകടമാണെന്ന്. അത് ഞാനൊരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വന്നത്. അങ്ങനെ ഈ തുരങ്കത്തിൻ്റെ വാതിൽ തുറക്കുകയും ഈ രാജാവിനോടും മന്ത്രിമാരോടും ആ തുരങ്കം വഴി രക്ഷപ്പെട്ടു കൊള്ളാൻ പറയുകയും ചെയ്തു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഔഷധകുമാരനും കൂടെ എൻ്റെ കൂടെ വാ. ഔഷധകുമാരൻ പറഞ്ഞില്ല, എൻ്റെ സൈനികരില്ല ഇവിടെയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ കുറേ സൈനികരും കൂടെ ഉണ്ടായിരുന്നു. അവർ പല സ്ഥലങ്ങളിലായിട്ട് പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും കൂടെ കൂട്ടിയിട്ട് ഞാൻ നേരെയുള്ള വഴിയിലേ വരികയുള്ളൂ. എൻ്റെ ലക്ഷ്യം നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ നിറവേറ്റി. അപ്പോൾ രാജാവ് നേരെ ഈ തുരങ്കം വഴി മന്ത്രിമാരോടൊപ്പം നദിയുടെ കരയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ രാജ്ഞിയും രാജകുമാരിയും അവിടെ ഉണ്ട്. ഇവരെയും കൂടെ കയറ്റി ഔഷധകുമാരൻ നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്ന വലിയൊരു കപ്പലിൽ കയറി ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഔഷധകുമാരനാണെങ്കിൽ ഈ അതിഥി മന്ദിരത്തിൽ നിന്ന് തുരങ്കം വഴി തൻ്റെ വീട്ടിലേക്ക് പോയി, താൻ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ രാജാവ് കാത്തിരിപ്പുണ്ട്. രാജാവ് വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ഔഷധകുമാരനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊന്നുകളയും. വിദേഹ രാജാവ് എവിടെ? എൻ്റെ ഭാര്യ എവിടെ? എൻ്റെ മകളെവിടെ? ഔഷധകുമാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരെല്ലാവരും എത്തേണ്ട അടുത്തെത്തി. ബ്രഹ്മദത്ത രാജാവ് ഉടൻ തന്നെ പറഞ്ഞു, ഇവൻ്റെ കണ്ണുകൾ ചൂണ്ടിനെടുത്ത് ഇവൻ്റെ മൂക്കും മുറിച്ച് ചെവിയും നാവും മുറിച്ച് ഇവനെ കാക്കകൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുക. ഔഷധകുമാരൻ വീണ്ടും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. കാരണം നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നിങ്ങളുടെ ഭാര്യയ്ക്കും സംഭവിക്കും. നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഞങ്ങളുടെ രാജാവിൻ്റെ കയ്യിലാണ്. ഇത് കേട്ട ബ്രഹ്മദത്ത രാജാവ് ആകെ പേടിച്ചു പോയി. ഔഷധകുമാരൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യാതെ എന്നെയും കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാം. അതല്ല, എന്നെ കൊല്ലാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ രാജ്യത്ത് കിടന്ന് മരിക്കും. എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആകെ അമ്പരന്നു പോയ ബ്രഹ്മദത്ത രാജാവ് ഔഷധകുമാരനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. അങ്ങനെ ഔഷധകുമാരൻ വളരെ സുരക്ഷിതനായിട്ട് സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തി. ഇതാണ് ഔഷധകുമാരനെ പറ്റിയുള്ള രണ്ടാമത്തെ കഥ. ഇഷ്ടമായോ? ഇനി അടുത്ത കഥ അടുത്ത ദിവസം.